4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കാനിരിക്കെ മന്ത്രി ആർ ബിന്ദു നൽകുന്ന ഓറിയന്റേഷൻ ക്ലാസിനെതിരെ വിമർശനം ശക്തം. അധ്യാപകർക്ക് മന്ത്രി നേരിട്ട് ക്ലാസ് നൽകുന്നത് സുപ്രീം കോടതി വിധിക്കും സർവകലാശാല ചട്ടങ്ങൾക്കും എതിരാണെന്നിരിക്കെ ഉത്തരവുമായി മുന്നോട്ട് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഈ മാസം 28-നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് ഓറിയന്റേഷൻ ക്ലാസ് നൽകുന്നത്. 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ച് മന്ത്രി ആർ ബിന്ദു നൽകുന്ന ഓറിയന്റേഷൻ ക്ലാസ് വിവാദമാവുകയാണ്. അധ്യാപകർക്ക് മന്ത്രി നേരിട്ട് ക്ലാസ് നൽകുന്നത് സുപ്രീം കോടതി വിധിക്കും സർവകലാശാല ചട്ടങ്ങൾക്കും എതിരാണെന്ന വാദവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. ഈ മാസം 28-നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് ഓറിയന്റേഷൻ ക്ലാസ് നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയതോടെയാണ് സംഭവം വിവാദമായത്. വിവാദമായിട്ടും തീരുമാനം പിൻവലിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല. 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ നിർബന്ധമായി എല്ലാ അധ്യാപകരും പങ്കെടുക്കണം. ആ സമയത്ത് കോളേജുകൾക്കും പഠന വകുപ്പുകൾക്കും അവധി നൽകണം. ആവശ്യമെങ്കിൽ പരീക്ഷകൾ പോലും പുനഃക്രമീകരിക്കണമെന്നാണ് ഉത്തരവ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ക്ലാസുകളടക്കം ഒഴിവാക്കിയുള്ള മന്ത്രിയുടെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ വിമർശനം ശക്തമാണ്. കൂടാതെ ബിരുദ കോഴ്സുകൾക്ക് കേരള സർവകലാശാല ഫീസ് ഉയർത്തിയത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് കേരള സർവകലാശാല കുത്തനെ ഫീസ് ഉയർത്തിയതിലും വിമർശനം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.